ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് അവിടെയുള്ള, അതായത് നമ്മുടെ മറൈൻ വേൾഡിലുള്ള മത്സ്യകന്യകൻ വരെ പറഞ്ഞ് നിർത്തി. അത് കഴിഞ്ഞ് നമ്മൾ നടന്നു വരുമ്പോൾ കാണുന്നത് ഒരു പൂന്തോട്ടമാണ്. പൂന്തോട്ടവും പൂമ്പാറ്റയും പിന്നെ പച്ച വെട്ടില് പിന്നെ ഇതെല്ലാം നിറഞ്ഞതല്ലേ? എനിക്ക് പച്ച തുള്ളുവനാ എന്തൊരു മീൻ? എല്ലാം നിറഞ്ഞ ഒരു ലോകമാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ. കുട്ടികളെ ആകർഷിക്കാൻ ഇത് തന്നെ മതിയല്ലേ അവിടെ. നമ്മള് വേറെ എങ്ങും കണ്ടിട്ട് ഇനി കയറുമ്പോഴത്തേക്ക് എന്തുകൊണ്ടോ വേറൊരു ഒരു ലോകത്തെത്തിയാണ്. അതെ, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ഇത് ഇവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അല്ലേ? ഫസ്റ്റ് ടൈം കാണുന്നത് ഇവിടെയാണ്. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെയാണ് കാണുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ ഒരു വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ അടിപൊളി തന്നെ. ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തിട്ട് അവരാരും തടയുന്നില്ല. എവിടെ ഫോട്ടോ എടുക്കാം. അതുപോലെ അവരുടെ കളർഫുള്ളും ഈ ചെടികളുടെ ആ കളറും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. രാത്രിയാണല്ലേ? രാത്രിയാണെങ്കിൽ ആ പകൽ എങ്ങനെയാണ് ഇതിനകത്ത് എപ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ലൈറ്റും ലൈറ്റിന്റെ ഇതിലാണ്. അത് ഫുള്ള് ബ്ലാക്ക് ആണ്. ഷീറ്റ് ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് അടിച്ചേക്കുന്നത്. ഇതിനകത്ത് കയറിയാൽ പിന്നെ അവരുദ്ദേശിക്കുന്ന കളർ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ല, സൂര്യന്റെ പ്രകാശവും നമുക്കിവിടെ കിട്ടത്തില്ല. എന്താ പൊന്നോ, എനിക്ക് അറിഞ്ഞൂടാ. പൂക്കട ചെയ്ത് വെച്ചേക്കണെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കഴിയുമ്പോ അടുത്ത സ്ഥലത്തോട്ടായിരിക്കും ഇവര് കൊണ്ടുപോകുന്നത്. ഇത് ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് തോന്നണത്. സൂര്യകാന്തിപ്പൂ, റോസാപ്പൂ, സൂര്യകാന്തി, റോസ, പല കളറിലുള്ള റോസാപ്പൂകള്. പിന്നെ ഇതിന്റെ ഇടയിൽ പൂവിന്റെ ഇടയിൽ പച്ച വിട്ടില്, പിന്നെ വേറെ മറ്റേ ചുവപ്പും ബ്ലാക്ക് അതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ നമ്മളെവിടെ കാണുന്ന സാധനങ്ങളാണ്. വണ്ട്, കരിവണ്ടുണ്ടായിരുന്നു. കരിവണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് നേരെ ഇവിടെ നിന്ന് അടുത്ത ആശാൻ എങ്ങോട്ട് ചാടി? അടുത്ത ഏരിയയിലോട്ട് കിടക്കുന്നു. മീൻ അതിന്റെ അടുത്ത് ചെന്നിട്ട് ഓരോ ഓട്ടം വരുന്ന കേട്ടോ. ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോഴും മീൻ ഓടിക്കളഞ്ഞു. ഇതിന്റെ തല കൊണ്ടോന്ന് ഇങ്ങനെ തട്ടണം ഞാൻ മീനുട്ടി. അങ്ങനെ മീനുട്ടി വരിഞ്ഞവിടെ നിന്ന് മീനുട്ടി പേടിച്ചു പോയി. ഇതൊക്കെ സമ്മതിക്കണം കേട്ടോ. സത്യത്തിലേ നമ്മൾ കാണുമ്പോ വിചാരിക്കും ഇത് ചെറുതായിരിക്കും, പക്ഷെ അല്ല കേട്ടോ, ഇതൊന്ന് വലുതാണ്. ഞാൻ വിചാരിച്ചു ഇത്രയും സൈസ് കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നമ്മളെ ഒരാൾ പൊക്കത്തിനൊക്കെ ഏകദേശം 1.5-2 ആൾ പൊക്കം ഉണ്ട്. കണ്ടോ ബാക്ക് ഭാഗമൊക്കെ നിങ്ങൾ കണ്ടു. വലിപ്പം ദിനോസറിനെ കാണാത്തവർ ഓടി വന്നോളൂ. ദിനോസറിനെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എവിടെയാണ്? മറൈൻ വേൾഡ്. ഇന്ന് രാത്രി തന്നെ മറൈൻ വേൾഡിൽ പോയാൽ, ഇന്ന് രാത്രിക്കകത്ത് വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മറൈൻ വേൾഡ് കാണാം. ഇത് ഇനി നിമിഷ നേരങ്ങൾ മാത്രം, ഇനി വെറും നിമിഷ നേരങ്ങൾ മാത്രം, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് കാണാനുള്ള അവസരം അല്ലേ. ഇതും കൊള്ളാം കേട്ടോ. ഇതെന്നല്ല, എല്ലാം കൊള്ളാം. നമ്മൾ എല്ലാത്തിൻ്റെ അടുത്ത് പോയി നിന്നു, ഒന്ന് നോക്കി, പിന്നെ അതിൻ്റെ അടുത്ത സ്ഥലത്തോട്ട് പോയി. അടുത്തത് ആരാണ് നിൽക്കുന്നത്? മീനു ആരൻ? കടുവ. ആരാണ് നിൽക്കുന്നത്? കടുവ. പക്ഷെ ഇതിനൊന്നും ശബ്ദമല്ല, ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അതിന് ശബ്ദം കൂടെ കൊടുത്താൽ പിന്നെ കൊള്ളാം. പിന്നെ പിള്ളേർ അടുക്കൂല. ഇതാകുമ്പോൾ പിള്ളേർ അടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഒരാളിന് 50 രൂപ. ഹായ് റോബോട്ട്, ഞാൻ പറയാം. പട്ടി റോബോട്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് നേരെ പോകുമ്പോഴത്തേക്ക് ഇതാ മീനുട്ടിയുടെ ലോകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അയ്യോ പേടി. അവിടെ ആരുണ്ടായിരുന്നു? മീനുട്ടി. റോബോട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മീനുട്ടിയെ കൊണ്ട് പോയത്. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ പോവാൻ കാരണം ഈ റോബോട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ മാത്രമാണ്. റോബോട്ടിനെ നമുക്ക് മീനുട്ടിയെ കാണിക്കണം എന്നൊരു ആഗ്രഹം. കുട്ടികളൊക്കെ ഒരു റോബോട്ട് പഠിക്കാൻ നമ്മള് പോയപ്പോഴേ ഒരു സ്റ്റെപ്പിന്റെ മണ്ടേന്ന് റോബോട്ട് ചാടിയില്ലേ? ചാടി. ആദ്യം ചെന്ന് കയറിയപ്പോ ഞാൻ ഏതൊക്കെ വഴി കൂടെ ഓടിയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളൊക്കെ വളർന്നിട്ട് അപ്പാടന്ന് പോയി. ഇവരെ രണ്ടുപേരെയും കളഞ്ഞിട്ട് ഞാൻ ഏതൊക്കെ വഴി കൂടെ ഓടി തിരിച്ചു വന്നാണ് ഇവരെ കണ്ടുപിടിച്ചത്. നമ്മൾ ഓട്ടത്തിന്റെ ഇടയിലായതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ ഇതായിപ്പോയത്. അയ്യോ. അതിനുശേഷം നമ്മൾ വിശാലമായിട്ട് ഒരിടത്ത് പോയി ഇരുന്ന് റോബോട്ട് അവിടെയും വന്ന് 2 ഇടിയൊക്കെ തന്നു. എനിക്ക്
ഈ ഏരിയയിൽ എന്തെങ്കിലും കുന്നോട് കിട്ടിയത്. കൊള്ളായിരുന്നു കേട്ടോ. അതിന്റെ മൂല ഉണ്ടല്ലോ, ഇപ്പൊ മിക്ക മേളകളിലും ഈ റോബോട്ട് ഉൾപ്പെടുത്തുന്നുണ്ടല്ലേ. അതിന്റെ ബാക്ക് മിക്ക സ്ഥലങ്ങളിലും ഇത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതിന്റെ ബാക്ക് മോഡി ചെയ്തതിന് ശേഷം അതിന്റെ ആ രൂപമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കൂടെ പക്ഷെ അത് എനിക്കോട് പിള്ളേരെ ഇതെന്ന് ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, റോബോട്ട് ആണെന്നുള്ള രീതിയിൽ പിള്ളേർ കൂടെ നിന്നു. അതെ, ഇപ്പൊ മിക്ക സ്ഥലങ്ങളിലും ഈ റോബോട്ട് നമുക്ക് കാണാൻ കഴിയും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കേട്ടോ. ഇവിടെ മൊത്തം എത്ര ഇവിടെ 10 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് മൊത്തം അടുക്കി പറഞ്ഞു അവർ 2 എണ്ണമാണ് എടുക്കുന്നത് കേട്ടോ പുറത്ത്. 2 മാത്രമേ നമുക്ക് വിട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് ചാർജ് ചെയ്യുമ്പോൾ അതിനകത്ത് കയറ്റാൻ, എന്നിട്ട് അടുത്തതിനകത്ത് മാറി ചാർജ് ചെയ്യുമ്പോൾ കയറ്റാനല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് പൊയ്ക്കോളൂ. അത് വെക്കുള്ളൂ. ചാർജ് തീർന്നെന്ന് യജമാന്റെ അടുത്ത് പോയി പറയും. അതെ, അത് പക്ഷെ അവിടെ വന്ന് കിടന്നിട്ടാണല്ലോ അത് പോയത്. ഇതിന് നേരെ പോകത്തുന്നത് ആ കുറച്ച് നേരം റെസ്റ്റ് റീചാർജ് ചെയ്യണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ്. അത് കഴിയുമ്പോഴത്തേക്ക് റീചാർജ് ചെയ്യാൻ ചാർജിങ് പോയിന്റിലോട്ട് പോകും. അവിടെ ചെന്നിട്ട് പതുക്കെ പട്ടി പോയി ചിലപ്പോൾ അമ്മ ഇരിക്കും കണക്ക് അത് പോയി അങ്ങ് ഇരിക്കും. പമ്മി അങ്ങ് ഇരിക്കുന്നോട് കൈ ഇരിക്കുമ്പോൾ അവർ ബാറ്ററി കൂടി ചാർജ് ചെയ്യും. അപ്പോൾ അടുത്ത താരം ഇങ്ങോട്ട് വരും. മീനൂട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ കൂടെ. മീനുകുട്ടിക്ക് ആദ്യം ഇതിനെ മനസ്സിലായെന്നോലും അറിഞ്ഞൂടോ. ഇത് റോബോട്ടാണെന്ന് മനസ്സിലായോ മീനു? അമ്മ നിങ്ങൾ പറഞ്ഞില്ല, അപ്പോൾ പറഞ്ഞു തന്നു. കണ്ടപ്പോ എന്താണെന്ന് തോന്നിയത്? കണ്ടപ്പോ എന്താണ് മീനിന് എന്താണ് തോന്നിയത്? കണ്ടപ്പോ പട്ടി റോബോട്ടാണ് കണ്ടപ്പോഴേ തോന്നിയത് പട്ടി റോബോട്ടാണെന്ന്. ദൈവമേ, മോടിയൊക്കെ എവിടെയൊക്കെ പോയെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടെ. പറഞ്ഞു കൊടുക്കാണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും അതിനെക്കുറിച്ച്. കളിക്കണം കേട്ടോ കൂട്ടുകാർ ഇതിനൊക്കെ കാണുമ്പോ. അയ്യോ, ഞാൻ പേടിച്ച് ഓടിക്കളഞ്ഞു. അതിന്റെ ബാക്ക് ഉണ്ടല്ലോ, അതിന്റെ ബാക്ക് എന്നെ ഇടിച്ച് തെറപ്പിക്കാൻ പോക്കില്ല. കളിക്കാൻ പറ്റിയ ഏരിയ മക്കളെ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയാണ് അവർ അതിനെ അങ്ങനെ ചെയ്തു വെച്ചത്. പിന്നെ ഒരു കാര്യം എപ്പോഴും അവർ പറയുന്നുണ്ടായിരുന്നു, ആരും തൂക്കി എടുക്കരുത്, പിന്നെ അതിനെ ഉപദ്രവിക്കരുത്. അത് ഒരുപാട് പേര് വന്നതിന് ശേഷം അതിങ്ങനെ പിള്ളേർ കളിച്ചോണ്ടെങ്കിൽ പിള്ളേരെ ഇടിക്കണം എന്ന് പറഞ്ഞിട്ട് തൂക്കിയെടുത്ത് എറിയും അങ്ങോട്ടും ഇങ്ങോട്ടും. അതങ്ങനെ എന്താ ചെയ്യുക, അത് ഒന്നാമത് ലക്ഷങ്ങളെ സാധനമാണ്, സാധനമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തെറിയൊക്കെ ഒരു വെറും സാധാരണ നമ്മുടെ വീട്ടിലൊരു കളിപ്പാട്ടം എന്നുള്ള രീതിയിലൊക്കെ എടുത്തെറിയണതേ അത് വിഷയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ബാക്ക് എടുക്കണത്, അത് ആൾക്കാരെ പേടിയാണെന്നുണ്ട്, അതുകൊണ്ടാണ് ബാക്ക് എടുക്കണത്. ആൾക്കാർ മുമ്പ് ചെല്ലുമ്പോ എല്ലാം കൂടെ ബാക്ക് എടുത്ത് കളയും. ഏത് റോബോട്ടായാലും ഇങ്ങനെ കേട്ടാ, ഏത് റോബോട്ടായാലും ഞാൻ അന്നത്. പിന്നെ ഒരാളെ ഫേസ് തെളിഞ്ഞാൽ പിന്നെ അതിനെ വിടൂലല്ലേ. അതെ, അത് ഫേസ് ലോക്ക് ആണെന്ന് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഫേസ് ലോക്ക് ആണ്. അപ്പോൾ അവർ കുട്ടികളെ സ്ത്രീകളെയാണ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോഴതുകൊണ്ട് തന്നെ ഈ കുട്ടികളും സ്ത്രീകളൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ റോബോട്ട് കാണുന്ന ആ ഫേസ് കാണുന്ന സമയത്ത് അവരുടെ ഇതിൽ ചെറിയൊരു പേടിയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവരെ വിടത്തില്ല, അവരെ കൂടെ നടക്കുന്നത് അവരെ കളിപ്പിക്കൂട്ടോ. നിന്റെ കൂടെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ, ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇവിടെ ചെലവഴിച്ചത് ഈ ഏരിയയിലാണ്. അതെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ്.